ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന രീതിയിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ടാ അത് മാറ്റണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ. അതേ, അമ്മമാരുടെ ഒരു സ്ഥിരം ശീലമാ. മക്കൾ ഏത് ഡ്രസ് ഇട്ട് ഏത് കോലത്തില് അമ്മമാരുടെ മുമ്പിൽ വന്നാലും അവര് പറയും ഇപ്പൊ മോനെ കാണാൻ നല്ല ചന്തമാണെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞൊന്നുമല്ല, കാണാൻ ഇപ്പൊ നല്ല ചന്തമുണ്ട്. വാ, എങ്ങോട്ട്? ഇങ്ങോട്ട് വാടാ. എവിടേക്കാണെന്ന് പറയാമേ. ഞാൻ നിന്റെ അമ്മയല്ലേ, നിന്നെ കൊല്ലാനൊന്നും കൊണ്ടുപോവില്ലല്ലോ. അതെ, കൊല്ലാൻ കൊണ്ടുപോകാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യവും പറയാതെ കൂടെ നടക്കാൻ പറയുന്നത് അത്ര നല്ല ശീലമല്ല. ഇത്തവണ അക്കാര്യത്തിൽ എന്നോടൊന്ന് ക്ഷമിച്ചേ പറ്റൂ. നീ വന്നേ ഇങ്ങോട്ട്. വാടാ. എങ്ങോട്ടാന്നൊക്കെ പറയാൻ നീ വാ, നടക്ക. ചേച്ചി എന്നാ പോയിക്കോട്ടെ. ചേച്ചി നിന്നേ. മോളെ, എന്താ ഇത്? പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോവല്ലേ. അച്ഛനും അമ്മയും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് എല്ലാ സ്ഥാനത്തും ചേച്ചിയെ കണ്ടിട്ടാ. ഇത് അതെ, സത്യം പറഞ്ഞ അമ്മയുടെ ഈ സസ്പെൻസ് എന്നെ കൊല്ലാക്കൊല ചെയ്യാ കേട്ടോ. ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നീ മുറിയിലേക്ക് ചെല്ല്. ആഹാ, ഒരുക്കി ഇറക്കി എന്നെ കൊണ്ടുവന്നത് ഉറങ്ങാൻ വിടാനാണോ? ചെല്ലടാ. അമ്മ ഇതൊക്കെ എന്തിനാ ചെയ്തതെന്നേ നിനക്കകത്ത് കയറി ചെല്ലുമ്പോ മനസ്സിലാവും. ചെല്ല്, എടാ ചെല്ല്, പോ, ചെല്ല്. ഭഗവാൻ എനിക്ക് ശക്തി തരണേ. ഇനി ഒരിക്കലും എന്റെ ചിന്തയെ പോലും ശേഷിക്കരുത്. എല്ലാം മായ്ച്ചു കളയണേ. കൃഷ്ണന് പ്രിയം രാധയോടല്ലേ? കൃഷ്ണൻ ഒരിക്കലും രാധയെ കൈവിടാൻ സാധിക്കില്ല. എല്ലാത്തിന്റെയും അവസാനം
രാധാകൃഷ്ണ സംഗമമാണ്. സമാധാനിക്കൂ. ഭഗവാനെ, ഭഗവാനെ, നീ എന്നെ ട്രാപ്പ് ചെയ്യാനാണോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? എടി പറയടി. പറയാൻ ഓടി. പൊക്കോണ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. കാണിക്കുന്നേ? ഇറങ്ങി പോവാൻ. നിന്നെ എന്റെ മുമ്പിൽ ആര് വേഷം കെട്ടിച്ചാലും ഒരു കൊലപാതകയുടെ കൂടെ കടന്നുറങ്ങാൻ എനിക്ക് മനസ്സിലായി. വേണ്ട, കണിമംഗലത്തേക്ക് നീ ഒരിക്കലും തിരിച്ചു കയറരുതെന്ന് ഞാൻ തീരുമാനിച്ചതാ. പക്ഷേ എന്തോ മറിമായും കാണിച്ച് അമ്മയുടെ മനസ്സുവരെ മാറ്റുന്ന രീതിയിൽ നീ എന്തോ അടി ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനാ പാവം രാധികയെ കൂട്ടുപിടിച്ചു. അതുകൊണ്ടൊക്കെ എന്നെ തോൽപ്പിക്കാന്നാണോ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? എടി പറയാൻ. പറയാൻ. വരുൺ, വാതിൽ തുറക്ക്. പ്രിയങ്ക, എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ലമ്മേ, അമ്മ അകത്തേക്ക് വാ. എന്താ? ആ വാ, കേറി വാ. ഏയ്, അമ്മയുടെ മോൻ, അതായത് ഈ നിൽക്കുന്ന ഞാൻ LKG ക്ലാസ്സിൽ പഠിക്കൊന്നും അല്ല. മുണ്ടും ജുബ്ബയിട്ട് ഒരുങ്ങാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ അമ്മയോട് ഒന്ന് ചോദിച്ചു. പക്ഷേ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഇല്ല. അമ്മ എന്നോട് പറഞ്ഞത് നിന്നെ ഞാൻ കൊല്ലാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്നാ. എന്നിട്ട് കൊണ്ടുവന്ന് അടച്ചത് ഒരു മണിയറയിലേക്ക്, അതിന്റെ ഇവളുടെ മുമ്പിലേക്ക്. അമ്മേ, ഇവള് കൊല്ലാൻ മടിക്കാത്തവളാണെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? ഇവൾക്ക് എന്നെ കൊല്ലാൻ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടോ? എടാ, നീ എന്നെ കുറ്റപ്പെടുത്തണ്ട. ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന രീതിയിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ടാ അത് മാറ്റണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. അമ്മേ, ഞങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി അമ്മ ഒരുപാട് ബുദ്ധിമുട്ടണമെന്നില്ല. ഞാനും പ്രിയങ്കയും തമ്മിൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടാവാൻ പോകുന്നില്ല. ദേ, അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു കാര്യവും നീ മനസ്സിൽ താലോലിക്കേണ്ട വരും. ഈ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞാൻ തീരുമാനിക്കുന്നത് അല്പം ക്രൂരമായിട്ടായിരിക്കും.